മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ മറുപടിയില്ലാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ മറുപടി. ഇന്ന് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് മേൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കോടതിയിലുണ്ടായതാ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കോടതിയിലുണ്ടായതാ. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതി വിമർശനം, അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് മേലുണ്ടായപ്പോഴാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞത്. പക്ഷേ ഇന്ന് പറയാനില്ല എന്ന മട്ടിലോ മറ്റോ പറഞ്ഞ് നടന്നു പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. സുലേഖ ചേരുകയാണ്. സുലേഖ, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ വിമർശനം കേന്ദ്ര സർക്കാരിന് മേലുണ്ടായത്. അതേക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ മറുപടി പറയാനാകാതെ രാജീവ് ചന്ദ്രശേഖർ നടന്നു പോവുകയായിരുന്നു. ശരത്ത്, തീർച്ചയായും അത് തന്നെയാണ് ഉണ്ടായത്. ഈ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നുണ്ടായത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ അത് കേന്ദ്ര സർക്കാർ തള്ളില്ലെന്നുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ഈ സത്യവാങ്മൂലത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നു. ഈ ഒരു കാര്യമാണ് നമ്മൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിച്ചത്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ മറുപടി പറയാനില്ല, പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. നേരത്തെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും നമ്മൾ ഈ ബി.ജെ.പി. നേതാക്കളോട് ഇതിൽ അഭിപ്രായം ചോദിക്കുന്ന ഘട്ടത്തിൽ ഇതിലൊന്നും പറയാനില്ല എന്നത് തന്നെയാണ് മുൻകാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രതികരണം. അത് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ആദ്യം ഇത് ചോദിക്കുന്ന ഘട്ടത്തിൽ, ഈ വിഷയം ചോദിക്കുന്ന ഘട്ടത്തിൽ വിഷയം അറിയില്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. പിന്നാലെ ഇത്തരത്തിൽ ഇതാണ് വിഷയം എന്ന് പറയുമ്പോൾ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്ന സമീപനമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശരി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു മറുപടിയും ഇക്കാര്യത്തിൽ പറയാനാവാതെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളുടെ ചോദ്യത്തെ ഒഴിവാക്കി തിരുവനന്തപുരത്ത് നിന്ന് പോവുകയായിരുന്നു. വളരെ സ്പഷ്ടമായി തന്നെ മാധ്യമപ്രവർത്തകർ ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചിട്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും ഒരു മറുപടി പോലും പറയാൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നും കണ്ട കാഴ്ച.